ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ബഡ്ജറ്റിൽ ചേലക്കര നിയോജക മണ്ഡലത്തിന് 13.5 കോടി രൂപ അനുവദിച്ചു. 2025-26 ബഡ്ജറ്റിൽ ചേലക്കര നിയോജക മണ്ഡലത്തിലെ 4 പ്രവർത്തികൾക്കായി 13.5 കോടി രൂപ അനുവദിച്ചു. തിരുവില്ലാമല, കുത്താമ്പള്ളി, പഴയന്നൂർ, ചേലക്കര, ചെറുതുരുത്തി ടൗൺ സൗന്ദര്യവൽക്കരണത്തിന് 5 കോടി രൂപ, ദേശമംഗലം വറവട്ടൂർ റോഡ് 3.5 കോടി രൂപയും, വരവൂർ തളി പിലാക്കോട് റോഡ് 3.5 കോടി രൂപ, ചെറുതുരുത്തി സ്കൂൾ ഗ്രൗണ്ട് സ്റ്റേഡിയം നിർമ്മാണം 1 കോടി രൂപ തുടങ്ങിയ പ്രവർത്തികൾക്കാണ് തുക അനുവദിച്ച്. ഇവ കൂടാതെ 16 പ്രവർത്തികൾ കൂടി ബഡ്ജറ്റിൽ ഉൾപ്പെട്ടു വന്നിട്ടുണ്ട്. ഗായത്രി പുഴയിൽ തിരുവില്ലാമലയിലെ എഴുന്നള്ളത്ത് കടവിൽ പാലം നിർമ്മാണം 25 കോടി രൂപ, പഴയന്നൂർ പഞ്ചായത്ത് വെള്ളാർകുളം നവീകരണം 1 കോടി രൂപ, പാഞ്ഞാൾ പഞ്ചായത്ത് കൂളിത്തോട് പന്നിക്കുഴി ചീർപ്പ് നിർമ്മാണം 30 ലക്ഷം രൂപ, പഴയന്നൂർ എളനാട് റോഡ് കിലോമീറ്റർ 5.360 മുതൽ 10.360 വരെ പുനരുദ്ധാരണം 6 കോടി രൂപയും, ദേശമംഗലം കൊണ്ടയൂർ റോഡ് ബാക്കി ഭാഗം പുനരുദ്ധാരണം 3 കോടി രൂപ, വരവൂർ പഞ്ചായത്ത് മഞ്ഞക്കുളം നവീകരണം 2 കോടി രൂപയും, അസ്രംകുണ്ട് ഡാം ടൂറിസം പദ്ധതിക്ക് 2 കോടി രൂപയും, ചെറുതുരുത്തി നീളാതീരത്ത് കിഡ്സ് പാർക്കും ഓപ്പൺ ജിംനേഷ്യവും നിർമ്മാണത്തിന് 2 കോടി രൂപയും, വരവൂർ ഗ്രാമപഞ്ചായത്ത് നടുത്തറ റോഡ് 25 ലക്ഷം രൂപ, ദേശമംഗലം പല്ലൂർ നമ്പറം റോഡ് പുനരുദ്ധാരണം 40 ലക്ഷം രൂപയും, കിള്ളിമംഗലം പാഞ്ഞാൾ റോഡ് നവീകരണത്തിന് 30 ലക്ഷം രൂപ, വള്ളത്തോൾ നഗർ പഞ്ചായത്ത് മാർക്കറ്റ് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണത്തിന് 2 കോടി രൂപ, പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയം നിർമ്മാണത്തിന് 2 കോടി രൂപയും, കൊണ്ടാഴി പഞ്ചായത്ത് മായന്നൂർ പാലത്തിന് സമീപം ഓപ്പൺ ജിംനേഷ്യം നിർമ്മാണത്തിന് 50 ലക്ഷം രൂപ, മുള്ളൂർക്കര പഞ്ചായത്തിലെ മണലാടിക്കുളം പുനർനിർമ്മാണം 1.5 കോടി രൂപ, തിരുവില്ലാമല പഞ്ചായത്തിലെ പാറക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമിൽ 50 പിച്ച് EP മോട്ടോർ സ്ഥാപിക്കലും അനുബന്ധ പ്രവർത്തികളും 35 ലക്ഷം രൂപ എന്നിങ്ങനെ 6 കോടി പ്രവർത്തികളാണ് ബഡ്ജറ്റിൽ ഉൾപ്പെട്ടു വരുന്നത്. CCV ന്യൂസ്, ചേലക്കര.